ജോലി ലഭിക്കാൻ ബിരുദം മാത്രം പോരാ. ഇന്ത്യയിലെ യുവാക്കളുടെ തൊഴിൽ പ്രതിസന്ധിയിലാണ്. രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ യുവജനത കടുത്ത തൊഴിലില്ലായ്മ നേരിടുകയാണെന്നും കയ്യിലൊരു ബിരുദമുണ്ടെന്നത് കൊണ്ട് മാത്രം ഇനി ജോലി ലഭിക്കില്ലെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ യുവാക്കളുമായി സംവദിക്കവെയാണ് രാജ്യത്തെ തൊഴിൽ പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം രൂക്ഷമായ ആശങ്ക പ്രകടിപ്പിച്ചത്. ഇന്ത്യയിലെ യുവാക്കൾക്ക് മുന്നിലുള്ള അവസരങ്ങളുടെ വാതിലുകൾ അടയുകയാണ്. ഒരു കാലത്ത് തൊഴിൽ ഉറപ്പു നൽകിയിരുന്ന ബിരുദങ്ങൾ ഇന്ന് വെറും കടലാസുകളായി മാറുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യം നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് നിരവധി കാരണങ്ങളുണ്ട്. കുതിച്ചുയരുന്ന വിദ്യാഭ്യാസ ചെലവാണ് ഇതിൽ പ്രധാനം. സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം പോലും അപ്രാപ്യമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതോടൊപ്പം രാജ്യത്തെ നിർമ്മാണ മേഖലയുടെ തകർച്ചയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലെ തടസ്സങ്ങളും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. സർക്കാരിന്റെ നയങ്ങൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതാണ് പുതിയ തൊഴിലുകൾ ഉണ്ടാകാതിരിക്കാൻ കാരണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണമാണ് തൊഴിൽ നഷ്ടത്തിന് ആക്കം കൂട്ടിയ മറ്റൊരു ഘടകമെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. സ്ഥിരതയുള്ള ജോലികൾ ഇല്ലാതാക്കാനും തൊഴിൽ സുരക്ഷിതത്വം കുറയ്ക്കാനും സ്വകാര്യവൽക്കരണം കാരണമായെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് ഇന്ത്യൻ യുവതയുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, തൊഴിലില്ലായ്മയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായും രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. 1000 യുവാക്കളിൽ വെറും 12 പേർക്ക് മാത്രമാണ് സ്ഥിരമായ ഒരു ജോലി ലഭിക്കുന്നതെന്നും പറഞ്ഞു. സോഷ്യൽ മീഡിയയ്ക്ക് അടിമകളാക്കി യുവാക്കളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിതെറ്റിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി 40 കോടി വരുന്ന ഊർജ്ജസ്വലരായ യുവജനങ്ങളാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന ചത്രോൻ കി ഗൂഞ്ച് എന്ന വിദ്യാർത്ഥി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. ഞാൻ നിങ്ങൾക്ക് കണക്കുകൾ തരാം. ഓരോ 1000 ചെറുപ്പക്കാരിലും വെറും 12 പേർക്കാണ് സ്ഥിരം ജോലി കിട്ടുന്നത്. 150 ചെറുപ്പക്കാരിൽ ഒരാൾക്ക് മാത്രമാണ് സർക്കാർ ജോലി കിട്ടുന്നത്. നിങ്ങളുടെ ഡേറ്റയാകട്ടെ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്ത് ജിയോ, അദാനി, ഫേസ്ബുക്ക്, ഗൂഗിൾ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നു. നിങ്ങളൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളോട് പറഞ്ഞു. നിങ്ങളോട് ഇഷ്ടം പോലെ റീൽസ് കാണാനും വാട്സാപ്പ് മെസ്സേജ് അയക്കാനും ഇൻസ്റ്റഗ്രാമിൽ സമയം കളയാനും പറയും. ഇതാണ് 21ാം നൂറ്റാണ്ടിലെ ലഹരി. എന്നിട്ട് നിങ്ങളോട് ബ്ലിങ്കിറ്റിലോ ഊബറിലോ ജോലി ചെയ്യാനോ മറ്റ് കൂലിപ്പണികൾ ചെയ്യാനോ പറയും. ഈ ലഹരിക്ക് അടിമപ്പെടാമെന്നതല്ലാതെ ഈ രാജ്യത്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തൊഴിലവസരങ്ങൾ നൽകുന്ന പ്രധാന മേഖലകളെല്ലാം തകർക്കപ്പെട്ടുവെന്നും പൊതുമേഖലയെ സ്വകാര്യവൽക്കരിച്ചുവെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ലോകത്ത് എവിടെ നോക്കിയാലും മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ വിയറ്റ്നാം, മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്നൊക്കെ കാണാം. പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ കാണില്ല. കാരണം നോട്ട് നിരോധനവും തെറ്റായ GSTയും നമ്മുടെ നിർമ്മാണ മേഖലയെ തകർത്തു. തൊഴിൽ നൽകിയിരുന്ന ചെറുകിട വ്യവസായികളെ തുകൽ, തുണി, ഓട്ടോമൊബൈൽ പോലുള്ള വ്യവസായങ്ങളെയും ഇല്ലാതാക്കിയെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.